ഹായ് കൂട്ടുകാരെ, മഴയൊക്കെയായി നമ്മുടെ പറമ്പൊക്കെ നന്നായിട്ട് കാട് കയറി മൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കോണിൽ നിന്ന് പതിയെ തെളിച്ച് വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഒരു റോബസ്റ്റ വാഴ കേട്ടോ. ഇതിൽ നിന്ന് കുറേ കൊലയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അതിൻ്റെ കുഞ്ഞുങ്ങളായി ഉണ്ടായി. അപ്പോൾ അതാ ഈ തവണ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വാഴയൊന്നും നമ്മളങ്ങ് ഒരുക്കിയിട്ടില്ല. ഇപ്പോൾ പറമ്പിലേക്ക് ഇറങ്ങണതുകൊണ്ട് ഇപ്പോൾ പതിയൊന്നും ഒരുക്കി വിടുക കേട്ടോ. അതിൻ്റെ കണ്ടിച്ച് കളയാത്ത കുറേ വാഴച്ചാമ്പലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് കണ്ടിച്ച് കളഞ്ഞു. പിന്നെ ഇത് റോബസ്റ്റ വാഴ ആയതുകൊണ്ട് ഇതിൻ്റെ വാഴ കൊടപ്പന നമുക്ക് കറി വെക്കാൻ കൊള്ളില്ല അല്ലേ. ബാക്കിയെല്ലാ വാഴയുടെയും കറി വെക്കാൻ കൊള്ളും. പക്ഷേ ഇതിൻ്റെ കറി വെച്ചാൽ എന്തോ കയ്പ്പെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനത് കളയുക ചെയ്തത്. പിന്നെ നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു രസകരമായ അനുഭവമല്ലേ, നമ്മുടെ വാഴയൊക്കെ ഉണ്ടെങ്കിൽ വാഴച്ചുണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിൽ തേനെടുക്കാൻ വൈകുന്നേരങ്ങളിൽ പോക്ക്, ഞാലിപ്പൂവനും പൂവനും അങ്ങനെയൊക്കെയുള്ള എൻ്റെ തേനെടുത്ത് കുടിക്കണേ. നല്ല തേനൊക്കെ കിട്ടുമല്ലേ, പാളയംകുടൻ്റെയൊക്കെ. പക്ഷേ ഇതിൻ്റെ അങ്ങനെ തേനൊന്നും ഇല്ല കേട്ടോ. ഞാനൊന്ന് നോക്കി. വാഴക്കൊല ഏതാണ്ട് ഏകദേശമൊക്കെ അതിൻ്റെ കായൊക്കെ ഏകദേശം ഇത്തിരി വലിപ്പം എങ്ങാണ്ടാവുമ്പോഴാണ് അതിൻ്റെ ചുണ്ടൊക്കെ ഒടിക്കുള്ളൂ എന്ന് അങ്ങനെയൊക്കെ ഇല്ലേ. അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയെന്തോ ബാധിക്കുമോ അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ ചോടൊക്കെ ഒന്ന് വാഴയുടെ കോലത്തിലാക്കി എടുക്കാൻ കുറേ പാടുപെട്ടു കേട്ടോ. കാരണം ഒത്തിരി തണ്ടും അതിൻ്റെ പോളയൊക്കെ പൊളിച്ച് കളയാനുണ്ടായിരുന്നു. പോളയൊക്കെ പഴുത്തത് ഇങ്ങനെ നിന്നാൽ ചുണ്ടൻ കയറും, അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കേട്ടോ. അന്നത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് ഊന്ന് കൊടുക്കാൻ ചേട്ടായോട് പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടായിക്ക് ഇത്തിരി ടൈം കിട്ടിയപ്പോൾ ഒന്ന് കയ്യോടെ അതാ പിടിച്ചുകൊണ്ട് വന്നതാണേ. എന്നാൽ തൊട്ടിപ്പുറത്തേക്ക് മാറിയപ്പോൾ അടുത്തവൻ ഇതാൾ മാറി കേട്ടോ. ഇതൊരു ഏത്തവാഴയാണ്, ഞാൻ വെച്ചതാട്ടോ. അതുകൊണ്ടല്ലേ ഇത്ര ശുശ്രൂഷ. ഇത്ര നാളും പറമ്പിലേക്ക് ഇറങ്ങാത്തതുകൊണ്ട് അതിൻ്റെ ചാമ്പലും കാര്യങ്ങളൊന്നും കണ്ടിച്ച് പറക്കി കളയുകയൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ലെങ്കിലും പതിയൊരു കൊലവുണ്ട് കേട്ടോ. അത് കണ്ടപ്പോഴാണ് ഇന്നത്തെ ശുശ്രൂഷ മുഴുവൻ. പറമ്പിലേക്ക് ഇറങ്ങാത്തതുകൊണ്ടൊന്നും മറ്റൊന്നുമില്ല കേട്ടോ. നല്ല മഴയൊക്കെ അല്ലായിരുന്നോ, ആഴ്ചയിൽ അങ്ങനെയല്ലായിരുന്നോ. അപ്പോൾ അതുകൊണ്ട് തോട്ടപ്പുഴുവിൻ്റെ ശല്യം ഭയങ്കരമായിരുന്നേ. അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരാൻ പേടിയായിരുന്നു, അത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ വെയിലൊക്കെ തെളിഞ്ഞു തുടങ്ങിയ പിന്നെ അതിൻ്റെ ശല്യം അല്പം കുറഞ്ഞു തുടങ്ങി തോന്നുന്നു. പുറത്തിറങ്ങിയിട്ടും അങ്ങനെയൊന്നും കാലേക്കറോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഈ വാഴയ്ക്ക് നല്ല ഹൈറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചാമ്പലൊക്കെ ഒന്ന് കണ്ടിച്ച് കളയാൻ കുറേ പാടുപെട്ടേ. കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് ഒരു ഏത്തവാഴയ്ക്ക് വലിയ കൊലയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് നല്ല കാറ്റത്തായിരുന്നു. അത് ആ കൊല അങ്ങ് കക്കി പോകണമല്ലേ, അങ്ങ് പോയേ വലിയ കൊലയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നേ. കാരണം പച്ചക്കറികൾ, ഇഞ്ചി, മഞ്ഞൾ അങ്ങനെയൊക്കെ നടുവെങ്കിലും ഇങ്ങനെ വാഴ അങ്ങനെയുള്ളതൊക്കെ നട്ട് അങ്ങനെ കൊല വെട്ടുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ആദ്യമായിട്ട് നട്ട് കൊലയൊക്കെ വന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഈ വാഴയ്ക്ക് നല്ല ഹൈറ്റ് ആയതുകൊണ്ടേ ഒത്തിരി വലിയ അങ്ങനെ ഊന്ന് കൊടുക്കാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ കിട്ടിയൊരു കമ്പ് കൊണ്ട് അത്യാവശ്യം ഊന്ന് കൊടുത്തൊന്ന് തൽക്കാലത്തേക്കുള്ള ഒരു ഇതിന് ആക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ആ കമ്പ് കൊടുത്തിട്ട് അതിനത്ര ഉറപ്പില്ലായൊക്കെ പോരാന്നും പറഞ്ഞ് ചേട്ടായി അടുത്ത കമ്പ് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പറമ്പും വിശേഷങ്ങളും കാര്യങ്ങളും വാഴക്കൊല എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടുകയും ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.